ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും RAS ബോധി ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പരീക്ഷകളെല്ലാം ഇങ്ങ് പടിവാതിൽ എത്തി നിൽക്കുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷകളെ അടിസ്ഥാനമാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി പരീക്ഷ, പ്രാഥമിക യോഗ്യതാ പരീക്ഷയുടെ 5 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം. സിവിക്സിൻ്റെ അണ്ടറിൽ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്കുകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പൊതുഭരണം, ഉദ്യോഗസ്ഥ വൃന്ദം, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഭൂപരിഷ്കരണം, തൊഴിലും ജോലിയും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വെറ്റ്ലാൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തണ്ണീർത്തട സംരക്ഷണം, സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധരായ ആളുകളുടെയും സംരക്ഷണം, ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്നിങ്ങനെ നീളുകയാണ് സിലബസിലെ പ്രധാനപ്പെട്ട 5 മാർക്കിൻ്റെ ടോപ്പിക്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം നമുക്കറിയാം, സിലബസിലെ ഓരോ ടോപ്പിക്കും നമുക്കൊരു പുഴ പോലെ പരന്ന് ഒഴുകണം, അല്ലേ? ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ മാത്രം, ചില ആളുകളുണ്ട് ഒരു വിഷയം മാത്രം എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ആ വിഷയത്തോട് ഇഷ്ടം കാണും, ആ വിഷയം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, സിലബസിൽ ചിലപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ ആയിരിക്കും ഈ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്കിനെയും അല്ലേ സ്പർശിക്കുന്ന സർവ്വതല സ്പർശിയായ ഒരു പഠനമാണ് അവലംബിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിവിക്സുമായി ബന്ധപ്പെട്ട ആദ്യ ടോപ്പിക് പൊതുഭരണം എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കഥ പോലെ ഒന്ന് കേട്ട് പഠിച്ചാലോ? പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ് സിലബസിൻ്റെ SCERT പാഠപുസ്തകത്തിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാഠപുസ്തകത്തിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇതിനു മുൻപ് LDC പരീക്ഷയ്ക്ക് വേണ്ടിയെല്ലാം തയ്യാറായ നിങ്ങൾ സ്കൂൾ പുസ്തകങ്ങളുടെ പഠനത്തിൻ്റെ പ്രാധാന്യം അറിയാത്തവരല്ല. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പഠന മേഖലയിൽ കടന്നുപോയ, നിങ്ങൾ കണ്ട, വായിച്ച ഒരു ചാപ്റ്റർ ആയിരിക്കും 10ാം ക്ലാസ്സിൻ്റെ ഈ ചാപ്റ്റർ, പൊതുഭരണം. നമുക്ക് ആ ചാപ്റ്ററിലെ വസ്തുതകൾക്കപ്പുറത്തേക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അടിസ്ഥാനമാക്കിയ NCERT പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മേഖലയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്കൊന്ന് കിടക്കാം. പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചാൽ ഒരു നിർവചനമായി നമുക്കിങ്ങനെ പറയാം: ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കാൻ മനുഷ്യ വിഭവവും ഭൗതിക സാഹചര്യങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം: ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കാൻ മനുഷ്യ വിഭവവും ഭൗതിക സാഹചര്യങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണമെന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിന് കുറേ നിയമങ്ങളുണ്ട്, ശരിയല്ലേ? നമുക്കറിയാം, 2024 ജൂലൈ 1 മുതൽ ഇന്ത്യയിലെ 3 ക്രിമിനൽ നിയമങ്ങൾ പേരുമാറി നിലവിൽ വന്നതായിട്ട്. പഴയ IPC ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിതയും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരമുള്ള പുതിയ നിയമത്തിൻ്റെ പേരെന്താണ്? ഭാരതീയ സാക്ഷി അധിനിയമം എന്നാണ്. അതുപോലെ തന്നെ CRPC 1973 പകരം വന്ന നിയമത്തിൻ്റെ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കണം, ശരിയല്ലേ? നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തണം, അതിനുവേണ്ടി വിഭവങ്ങൾ ഉപയോഗിക്കണം, രാജ്യത്തെ പൗരന്മാരെ വികസനത്തിൽ പങ്കാളികളാക്കണം, അല്ലേ? ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചേർത്താണ് പൊതുഭരണമെന്ന് പറയുക. പൊതുഭരണത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. പൊതുഭരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ലോകത്തിലെ ആദ്യ രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസനാണ് പൊതുഭരണം എന്ന ആശയം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ലേഖനത്തിൻ്റെ പേര് സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അത് നോട്ട് ചെയ്യുമല്ലോ, സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വുഡ്രോ വിൽസനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും, അല്ലേ? 1919 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് വുഡ്രോ വിൽസൺ എന്നറിയപ്പോൾ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നും അതിനാൽ ആരെ അറിയപ്പെടുന്നുണ്ട്? വുഡ്രോ വിൽസനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പൊതുഭരണത്തിൻ്റെ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളൊന്നും തന്നെ കടന്നു വന്നിരുന്നില്ല. ഉദ്യോഗസ്ഥ ഭരണം,
ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത, അവരുടെ അച്ചടക്കം, നിയന്ത്രണം എന്നിവയെ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന പൊതുഭരണത്തിൻ്റെ ആദ്യകാലം, പ്രാരംഭകാലം, ഇതിനെയാണ് പൊതുഭരണത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടമെന്നോ പരമ്പരാഗത പൊതുഭരണ കാലഘട്ടമെന്നോ ഒക്കെ അറിയപ്പെടുക. ഈ പരമ്പരാഗത പൊതുഭരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് വുഡ്രോ വിൽസൺ എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസായി, അതായത് പൊതുഭരണം കൈകാര്യം ചെയ്യാനുള്ള തത്വങ്ങളായി 5 ആശയങ്ങളെ മുന്നോട്ട് വച്ചൊരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി ഫയോൾ എന്നാണ് പേര്. എന്താ പേര്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ മുന്നോട്ട് വച്ച 5 പ്രിൻസിപ്പിൾസ് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പ്ലാനിങ് എന്ന് പറയും. എന്ത് പറയുന്നു? ആസൂത്രണം, പ്ലാനിങ്. 2 ഓർഗനൈസിങ് എന്ന് പറയും, ഓർഗനൈസ്. 3 കൺട്രോളിങ് എന്ന് പറയും, കൺട്രോളിങ്. 4-മത്തത് കോഓർഡിനേറ്റിംഗ്. 5-മത്തത് കമാൻഡിങ്. ഈ 5 ആശയങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, പൊതുഭരണത്തിൻ്റെ തുടക്ക കാലഘട്ടം അല്ലെങ്കിൽ പരമ്പരാഗത പൊതുഭരണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പൊതുഭരണത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട തത്വങ്ങൾ അറിയപ്പെടുന്നത് 5 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ 5 മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഏതെല്ലാമെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ഏതൊക്കെയാണ്? 1 പ്ലാനിങ് പറയാം, 2 ഓർഗനൈസിങ് പറയാം, 3 കമാൻഡിങ്, 4 കോഓർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എന്നാൽ കാലവും ചരിത്രവും ഏറെ മാറി. പൊതുഭരണ കാലഘട്ടത്തിൽ നൂതന ജനാധിപത്യ ആശയങ്ങളായ ജനകീയ ആസൂത്രണം, അതുപോലെ അധികാര വികേന്ദ്രീകരണം, ജനാധിപത്യം, ജനകീയ പങ്കാളിത്തം, ജനക്ഷേമം എന്നീ ആശയങ്ങൾ കൂടി കടന്നു വന്നതോടുകൂടി പൊതുഭരണം അടിമുടി ഒന്ന് മാറി. ഇത്തരത്തിൽ നൂതന പൊതുഭരണ കാലഘട്ടത്തിൽ പണ്ട് ഹെൻറി ഫയോൾ മുന്നോട്ട് വച്ച 5 പ്രിൻസിപ്പിൾസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട്, പരിഷ്കരിച്ചുകൊണ്ട് 2 ഫിലോസഫേഴ്സ്. ആരൊക്കെയാണ് 2 ഫിലോസഫേഴ്സ്? ഒന്നാമത്തെ ആളിൻ്റെ പേര് കേട്ട് കാണും നിങ്ങൾ, ലൂഥർ ഗുള്ളിക്. 2-മത്തെ ആളിൻ്റെ പേര് ലിൻഡൽ ഉർവിക്. ലൂഥർ ഗുള്ളിക്കും ലിൻഡൽ ഉർവിക്കും ചേർന്നിട്ട് ഒരു അക്രോണിം, മാനേജ്മെൻറ്റ് സംക്ഷേപം എന്ന് പറയും, മാനേജ്മെൻറ്റ് അക്രോണിം മുന്നോട്ട് വെച്ചു. അതിനെ പോസ്റ്റ് കോർബ് എന്നാണ് വ്യാപകമായി അറിയപ്പെടുക. പോസ്റ്റ് കോർബ് എന്ന് പറയും, അല്ലേ? അപ്പോൾ ചോദിക്കാം, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. പൊതുഭരണത്തിൽ ഇന്നും വ്യാപകമായി ഉപയോഗിക്കുന്ന മാനേജ്മെൻറ്റ് സംക്ഷേപം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്രോണിം ആയ പോസ്റ്റ് കോർബ് മുന്നോട്ട് വച്ച ഫിലോസഫേഴ്സ് ആരെല്ലാം? 2 പേരൊന്ന് പറഞ്ഞ ആരൊക്കെയെന്ന്. 1 ലൂഥർ ഗുള്ളിക്, 2 ലിൻഡൽ ഉർവിക് എന്നിവർ ചേർന്ന്. ലൂഥർ ഗുള്ളിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ലിൻഡൽ ഉർവിക് എന്നിവർ ചേർന്നാണ് ആവിഷ്കരിച്ചത്. ഇനി എന്താണ് ഈ പോസ്റ്റ് കോർബ് എന്ന് കേൾക്കണ്ടേ? പോസ്റ്റ് കോർബിലെ ഓരോ അക്ഷരവും ഓരോ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓർത്തിരിക്കണം, ഓരോ ആശയങ്ങളും ING ഫോമിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഉദാഹരണത്തിന് പോസ്റ്റ് കോർബ് അക്ഷരങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേ. P4 എന്ത് പറയാം? പ്ലാനിങ് ആണ്. O ഫോർ ഓർഗനൈസിങ്. S ഫോർ എന്ത് പറയാം? S എന്തായിരിക്കും? സ്റ്റാഫിംഗ് ആണ്. S ഫോർ എന്താണ്? സ്റ്റാഫിംഗ് ആണ്. D ഫോർ ഡയറക്റ്റിംഗ്. D ഫോർ എന്താണ്? ഡയറക്റ്റ്. CO എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോഓർഡിനേറ്റിംഗ്. എല്ലാം ING ഫോമാണെന്ന് മറക്കരുത്, കോർഡിനേറ്റ്. ഇനി R ഫോർ റിപ്പോർട്ടിംഗ്. R ഫോർ റിപ്പോർട്ടിംഗ് ആണ്. ആൻഡ് ഫൈനലി B ഫോർ ബഡ്ജറ്റിംഗ്. ഇതാണ് പോസ്റ്റ് കോർബിൻ്റെ എന്താ പറയുക വ്യാഖ്യാനം. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, പൊതുഭരണത്തിൻ്റെ നൂതന കാലഘട്ടത്തിൽ ഹെൻറി ഫയോളിൻ്റെ പഴയ പ്രിൻസിപ്പിൾസിനെ പരിഷ്കരിച്ചുകൊണ്ട് പോസ്റ്റ് കോർബ് എന്ന നൂതന മാനേജ്മെൻറ്റ് സംക്ഷേപം മുന്നോട്ട് വെച്ചത് ലൂഥർ ഗുള്ളിക്കും ലിൻഡൽ ഉർവിക്കും ചേർന്നാണ്. പോസ്റ്റ് കോർബിലെ ഓരോ അക്ഷരവും ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു: P ഫോർ പ്ലാനിംഗ്, O ഫോർ ഓർഗനൈസിംഗ്, S ഫോർ സ്റ്റാഫിംഗ്, D ഫോർ ഡയറക്റ്റിംഗ്, CO ഫോർ കോഓർഡിനേറ്റിംഗ്, R ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബഡ്ജറ്റിംഗ്. ഉദ്യോഗാർത്ഥികളെ, പൊതുഭരണം സിവിക്സിൻ്റെ 1-മത്തെ ചാപ്റ്ററാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആദ്യം നമുക്ക് കുറച്ച് തോന്നും എന്തൊക്കെ പേരുകളാണ്. നമുക്ക് ഈ ആദ്യ 2 ചാപ്റ്ററുകളിൽ കുറേ ഫിലോസഫേഴ്സിൻ്റെ പേര് പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, പൊതുഭരണത്തിന് തുടക്കം കുറിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസനാണ്. പൊതുഭരണ രംഗത്ത് ആദ്യമായി 5 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചത് ഹെൻറി ഫയോളാണ്. എന്നാൽ ഇന്നും വ്യാപകമായി ഉപയോഗിക്കുന്ന പോസ്റ്റ് കോർബ് മുന്നോട്ട് വെച്ച 2 ചിന്തകർ ലൂഥർ ഗുള്ളിക്കും ലിൻഡൽ ഉർവിക്കുമാണ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നൂതന ജനാധിപത്യാശയങ്ങൾ കടന്നു വന്ന ഈ ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിച്ചൊരു ഫിലോസഫർ ഉണ്ടായിരിക്കുമല്ലോ. ആരാണത്? ഹി വാസ് ആൾസോ റെഫേർഡ് ആസ് ദി ഫാദർ ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ.
നൂതന പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പേര് ഒന്ന് നോട്ട് ചെയ്യുക, ഡ്വീറ്റ് വാൾഡോ എന്നാണ് പേര്. സ്വീറ്റ് അല്ല കേട്ടോ, ഡായാണ്, ഡ്വീറ്റ് വാൾഡോ. അപ്പോൾ നൂതന പൊതുഭരണത്തിൻ്റെ പിതാവ് ഡ്വീറ്റ് വാൾഡോ. ഇങ്ങനെ നൂതന പൊതുഭരണം മുന്നോട്ട് പോകവെയാണ് പൊതുഭരണത്തിൽ താരതമ്യ പഠനം വേണം എന്നൊരാശയവുമായി മറ്റൊരു ഫിലോസഫർ മുന്നോട്ട് വന്നു. എന്ത് പഠനമാണ്? താരതമ്യ പഠനം, കമ്പാരിറ്റീവ് സ്റ്റഡീസ് പറയും, ശരിയല്ലേ? വിവിധ ഘടകങ്ങളുടെ താരതമ്യ പഠനത്തിന് വേണ്ടി അദ്ദേഹം ഒരാശയം മുന്നോട്ട് വെച്ചു. അതിൻ്റെ പേര് പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്നാണ്. കേട്ട് കാണും നിങ്ങൾ അല്ലേ, പ്രിസ്മാറ്റിക് സൊസൈറ്റി. അപ്പോൾ പൊതുഭരണത്തിൻ്റെ വിവിധ ഘടകങ്ങളുടെ താരതമ്യ പഠനവുമായി ബന്ധപ്പെട്ട് പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന ആശയം മുന്നോട്ട് വച്ച ചിന്തകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ഫ്രെഡ് ഡബ്ല്യു റിഗ്സ് എന്നാണ് പേര്. പേരെന്ന് പറഞ്ഞേടോ, FW റിഗ്സ് അഥവാ ഫ്രെഡ് ഡബ്ല്യു റിഗ്സ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകമാണ്, മറക്കരുത്, പ്രിസ്മാറ്റിക് സൊസൈറ്റി റീവിസിറ്റഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അല്ലോ, എന്താണ് പറഞ്ഞേ? പ്രിസ്മാറ്റിക് സൊസൈറ്റി റീവിസിറ്റഡ്. നിങ്ങളുടെ ഫോൺ എടുത്ത് വെറുതെ ഈ പുസ്തകത്തിൻ്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്യാമോ? എത്ര UPSC പരീക്ഷകൾക്കാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണുന്നത്. പ്രിസ്മാറ്റിക് സൊസൈറ്റി റീവിസിറ്റഡ് എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം കിട്ടിയല്ലോ, ഫ്രെഡ് ഡബ്ല്യു റിഗ്സ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊതുഭരണ രംഗത്ത് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് വേണം. അത് പൊതുഭരണമല്ല, ഏത് രംഗത്താണെങ്കിലും സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ആ രംഗം വിജയിക്കാൻ സാധ്യതയില്ല. പൊതുഭരണ രംഗത്തും ശാസ്ത്രീയ മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ആശയവുമായി മറ്റൊരു ഫിലോസഫർ രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് FW ടൈലർ എന്നാണ് പേര്. FW ടൈലർ. അപ്പോൾ എന്താ ചോദ്യം? ചോദ്യം ഇങ്ങനെയാണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം FW ടൈലർ. FW ടൈലർ. ഭരണരംഗം ഇന്ന് അടിമുടി മാറിയിരിക്കുന്നു. സർക്കാർ സേവനങ്ങൾക്കായി നമുക്കിപ്പോൾ സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല, ശരിയല്ലേ? തൊട്ടടുത്ത ജനസേവന കേന്ദ്രത്തിലോ നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോണിലൂടെയോ നമുക്ക് സർക്കാർ സേവനങ്ങൾ സ്വന്തമാക്കാം, സർക്കാർ സേവനങ്ങൾക്കായി അപേക്ഷകൾ സമർപ്പിക്കാം. ഈ ഒരു ആധുനികവൽക്കരണം ഭരണരംഗത്ത് വേണം എന്നാശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഒരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? ജോർജ് ഗ്രാൻഡ് എന്നാണ് പേര്. എന്ത് ഗ്രാൻഡാണ്? ജോർജ് ഗ്രാൻഡ്. സോ ദാറ്റ് he was also referred as the father of modern administration or developmental administration. അതായത് ആധുനിക ഭരണത്തിൻ്റെ അല്ലെങ്കിൽ വികസന ഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ഫിലോസഫറാണ് ജോർജ് ഗ്രാൻഡ്. എന്താണ് പേര്? ജോർജ് ഗ്രാൻഡ്. കിട്ടിയോ? അപ്പം നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനായി. എത്ര ഫിലോസഫേഴ്സിനെയാണ്? ഒന്നുമില്ല, നിസ്സാരമായിട്ടൊന്ന് കേൾക്കാം. ഒന്നുകൂടി പറയട്ടെ. പൊതുഭരണത്തിൻ്റെ പിതാവ് വുഡ്രോ വിൽസൺ, മറന്നു പോകരുത്. പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രെഡ് ഡബ്ല്യു റിഗ്സ് ആണ്. എന്നാൽ നൂതന പൊതുഭരണത്തിൻ്റെ പിതാവ് ഡ്വീറ്റ് വാൾഡോ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് FW ടൈലർ. ആധുനിക ഭരണം അല്ലെങ്കിൽ വികസന ഭരണത്തിൻ്റെ പിതാവ് ജോർജ് ഗ്രാൻഡ്. ഇത്രയും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ പൊതുഭരണമില്ലേ? ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ പൊതുഭരണത്തിന് തുടക്കം കുറിച്ച മറ്റൊരു ചിന്തകനുണ്ട്. ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു ചിന്തകനാണ് അദ്ദേഹം, ഒരു എഴുത്തുകാരനാണ്. ആരാണിത് ചോദിച്ചാൽ പേര് മറക്കരുത്, പോൾ എച്ച് ആപ്പിൾബി എന്നാണ് പേര്. എന്താ പേര് പറഞ്ഞേ? പോൾ എച്ച് ആപ്പിൾബി. പോൾ എച്ച് ആപ്പിൾബി. അപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് ഇത് എവിടെയോ കേട്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ പേരെന്നാണല്ലേ? എവിടെ കേട്ടു? ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നിരവധി ആളുകൾ നിരവധി കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് KC ബേർ പറഞ്ഞതുപോലെ, ലോയേഴ്സ് പാരഡൈസ് എന്ന് ഐവർ ജെന്നിങ്സ് പറഞ്ഞതുപോലെ, ഇദ്ദേഹം പോൾ എച്ച് ആപ്പിൾബി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ കമൻറ്റ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എക്സ്ട്രീമിലി ഫെഡറൽ എന്നാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? എക്സ്ട്രീമിലി ഫെഡറൽ. എക്സ്ട്രീമിലി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ച ചിന്തകനാണ് പോൾ എച്ച് ആപ്പിൾബി. ഇവിടെയും നമ്മുടെ പൊതുഭരണത്തിലും ഇന്ത്യയിൽ നിർണായകമായ സംഭാവന നൽകിയ വ്യക്തിയാണ് പോൾ എച്ച് ആപ്പിൾബി. അപ്പോൾ ഇന്ത്യയിൽ പൊതുഭരണത്തിന് ആദ്യ സംഭാവന നൽകിയ വ്യക്തിയാണ് പോൾ എച്ച് ആപ്പിൾബി. ദാറ്റ്സ് വൈ he was also referred as the father of
ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി കൂടിയാണ് പോൾ എച്ച് ആപ്പിൾബി. തീർന്നില്ല. 1953 ജവഹർലാൽ നെഹ്റു നിയോഗിച്ച ഭരണ പരിഷ്കാര പഠന കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും പോൾ എച്ച് ആപ്പിൾബി. ഒന്നുകൂടെ പറയട്ടെ, 1953 ആരാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്താ? ഭരണ പരിഷ്കാര പഠന കമ്മിറ്റി. ഈ ഭരണ പരിഷ്കാര പഠന കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന വ്യക്തിയും പോൾ എച്ച് ആപ്പിൾബി തന്നെ. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. പൊതുഭരണത്തെ സംബന്ധിച്ച ഇന്ത്യയിലെ ഒരു പഠന കേന്ദ്രം രൂപീകൃതമായി 1954 ഈ സ്ഥാപനം രൂപീകൃതമായത്. 1954 പൊതുഭരണത്തെക്കുറിച്ച് പഠിക്കാൻ സ്ഥാപിക്കപ്പെട്ട രൂപീകൃതമായ സ്ഥാപനത്തിൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്യുമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പേര്. ഏത് വർഷമാണെന്ന് പറഞ്ഞു? 1954. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? പറയാമോ? എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹി ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനം രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നേതാവ് എന്ന് ചോദിച്ചാലും ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവായ പോൾ എച്ച് ആപ്പിൾബിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നേതാവ് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവായ പോൾ എച്ച് ആപ്പിൾബി. എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ ചെയർമാനോ ജവഹർലാൽ നെഹ്റു. ആസ്ഥാനം ന്യൂഡൽഹി, രൂപീകൃതമായത് 1954. പ്രിയ ഉദ്യോഗാർത്ഥികളെ, പൊതുഭരണം എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നില്ല. ആദ്യ ഭാഗമാണ് നമ്മൾ പ്രതിപാദിച്ചത്. വളരെ രസകരമായി നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. വിശദമായിട്ടുള്ള ഈ ക്ലാസ്സിനും ലൈവ് ക്ലാസ്സുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി മറ്റൊരു ഭാഗത്ത് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.